ഹലോ ഡിയർ സ്റ്റുഡൻസ്, എക്സൽ കോഴ്സിൻ്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് ഞാൻ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ അബ്സല്യൂട്ട് ആൻഡ് റിലേറ്റീവ് സെൽഫ് റെഫറൻസിങ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എക്സലിൽ രണ്ട് തരത്തിലുള്ള സെൽഫ് റെഫറൻസിങ് ഉണ്ട്. അബ്സല്യൂട്ട് സെൽഫ് റെഫറൻസിങ് ഉണ്ട്, റിലേറ്റീവ് സെൽഫ് റെഫറൻസിങ് ഉണ്ട്. നമുക്കറിയാം, ഫോർമുല അപ്ലൈ ചെയ്യുന്ന സമയത്ത് എക്സൽ കാൽക്കുലേഷൻ ചെയ്യുന്ന സമയത്ത് സെൽഫ് റെഫറൻസിങ് വെച്ചിട്ട് കാൽക്കുലേഷൻ ചെയ്യുന്നതാണ് ബെറ്റർ എന്നൊക്കെ നമ്മൾ മുന്നത്തെ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ. സെൽഫ് റെഫറൻസ് വെച്ചിട്ട് കാൽക്കുലേഷൻ ചെയ്താൽ, ഫോർമുല അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫിൽ ഡൗൺ ചെയ്യാൻ പറ്റും, ഡാറ്റ ഓട്ടോ ഫില്ല് ചെയ്യാൻ പറ്റും, റിസൾട്ട് നമുക്ക് ഓട്ടോ ഫില്ലായിട്ട് കിട്ടുകയും ചെയ്യും. അതുമാത്രമല്ല, ഇൻപുട്ടിൽ എന്തെങ്കിലും ചേഞ്ച് വന്നു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ഔട്ട്പുട്ടിലും റിഫ്ലക്റ്റ് ആയിക്കൊള്ളും. നമ്മൾ ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല, ഇൻപുട്ടിൽ മാറ്റം വരുത്തിയാൽ മാത്രം മതി. അപ്പോൾ എക്സലിൽ രണ്ട് തരത്തിലുള്ള സെൽഫ് റെഫറൻസ് ഉണ്ടെന്ന് ആദ്യം മനസ്സിലാക്കുക. അബ്സല്യൂട്ട് സെൽഫ് റെഫറൻസിങ് ഉണ്ട്, റിലേറ്റീവ് സെൽഫ് റെഫറൻസിങ് ഉണ്ട്. അപ്പോൾ അബ്സല്യൂട്ട് സെൽഫ് റെഫറൻസ് എന്താണ്, റിലേറ്റീവ് സെൽഫ് റെഫറൻസ് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് ഇവിടെ ഒരു ഡാറ്റാ സെറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഡാറ്റാ സെറ്റിൽ ഐറ്റംസ് കൊടുത്തിട്ടുണ്ട്, പ്രൈസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ എന്ത് കണ്ടെത്തണം? ഡിസ്കൗണ്ട് കണ്ടെത്തണം. ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് 10% ഓഫ് പ്രൈസാണ്. പ്രൈസിൻ്റെ 10% ആണ് എന്ത് പ്രൈസ്, ഡിസ്കൗണ്ട്. പ്രൈസിൻ്റെ 10% ആണ് എന്ത് ഡിസ്കൗണ്ട്. അപ്പോൾ ഐറ്റം എ എന്ന് പറയുന്ന ഒരു ഐറ്റത്തിൻ്റെ പ്രൈസ് എത്രയാണ്? 20. അതിൻ്റെ ഡിസ്കൗണ്ട് എത്രയാണ്? 20ൻ്റെ 10%. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ എങ്ങനെ ഫോർമുല വെച്ചിട്ട് അത് കണ്ടെത്തും? നമുക്കറിയാം, ഫോർമുല അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മളെപ്പോഴും ആദ്യം ഈക്വൽ സിമ്പിളാണ് ഇട്ട് കൊടുക്കേണ്ടത് അല്ലേ. ഈക്വൽ സിമ്പിൾ ഇട്ട് കൊടുത്തു. ദെൻ 20 ഇൻറ്റു D5 എന്ന് പറയുന്ന സെല്ലിലാണ് 20 ഉള്ളത്. അപ്പോൾ D5 സെലക്ട് ചെയ്തു. D5 ഇൻറ്റു ഇനി ഈ ഒരു 10% എന്ന് പറയുന്ന ഡാറ്റ ഇതിലുള്ളത് I3 എന്ന് പറയുന്ന സെല്ലിലാണ്. അപ്പോൾ D5 ഇൻറ്റു I3 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 2 എന്ന് കിട്ടും. 20 റുപ്പീസിൻ്റെ 10% ആണ് എന്ത്? 2 റുപ്പി. ഇനി നമുക്ക് എന്ത് കണ്ടെത്തണം? ഈ ഐറ്റം ബിയുടെ ഡിസ്കൗണ്ട് കണ്ടെത്തണം. അപ്പോൾ ഐറ്റം ബിയുടെ ഡിസ്കൗണ്ട് എങ്ങനെ കണ്ടെത്തുക? D6 എന്ന് പറയുന്ന സെല്ലിൻ്റെ ഉള്ളിലാണ് എന്തുള്ളത്? ഐറ്റം ബിയുടെ പ്രൈസ് ഉള്ളത്, 40 ഉള്ളത്. ഇൻറ്റു എന്ത് വരും? ഡിസ്കൗണ്ട് എത്രയാണ്? 10% ഏത് സെല്ലാണ് കിടക്കുന്നത്? I3 എന്ന് പറയുന്ന സെല്ലാണ്. അപ്പോൾ I3 സെലക്ട് ചെയ്യുക. ഇനി എൻ്റർ കീ അടിക്കുക. അപ്പോൾ നമുക്ക് 4 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, സെൽഫ് റെഫറൻസ് ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്നത് നമുക്ക് ഓട്ടോ ഫിൽ ചെയ്താൽ റിസൾട്ട് കിട്ടണം അല്ലേ. ഇതിങ്ങനെ ഓരോന്ന് ഇൻഡിവിജ്വലി ചെയ്യാനാണെങ്കിൽ നമ്മൾ എക്സൽ ഉപയോഗിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ എക്സൽ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ടാസ്ക് ഈസി ആക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ ഇത് ഓരോന്ന് ഇൻഡിവിജ്വലായിട്ട് ഓരോന്നിൻ്റെയും പ്രൈസ് കണ്ടതിനേക്കാൾ നമുക്കൊരു ഒറ്റ ക്ലിക്കിൽ എല്ലാത്തിൻ്റെയും ഡിസ്കൗണ്ട് കിട്ടുകയാണെങ്കിലോ, ഓരോന്നിൻ്റെയും ഡിസ്കൗണ്ട് ഇൻഡിവിജ്വലായിട്ട് കണ്ടതിനേക്കാൾ എളുപ്പമല്ലേ നമുക്ക് ഒറ്റ ക്ലിക്കിൽ എല്ലാത്തിൻ്റെയും ഡിസ്കൗണ്ട് കിട്ടുന്നത്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതൊന്ന് ഓട്ടോ ഫില്ല് ചെയ്ത് നോക്കാം. ഞാനിവിടെ അപ്ലൈ ചെയ്തിട്ടുള്ള ഡിസ്കൗണ്ട്, ആദ്യത്തെ ഡിസ്കൗണ്ട് ഞാൻ കണ്ടെത്താനായിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ള ഫോർമുല എന്താ? D5 ഇൻറ്റു I3. D5 എന്ന് പറയുന്ന സെല്ലിലാണ് എ എന്ന് പറയുന്ന ഐറ്റത്തിൻ്റെ പ്രൈസ് ഉണ്ടായിരുന്നത്. പിന്നെ ഡിസ്കൗണ്ട് കിടക്കുന്നത് I3 എന്ന് പറയുന്ന സെല്ലിലാണ്. അതുകൊണ്ടാണ് ഇവിടെ ഫോർമുല എന്ത് വന്നത്? D5 ഇൻറ്റു I3 എന്ന് വന്നത്. ഇനി എൻ്റർ കീ അടിച്ചു. ഇനി ഞാൻ എന്ത് ചെയ്തു? ഇത് ഓട്ടോ ഫില്ല് ചെയ്യാണ്. താഴത്തോട്ട് ഡ്രാഗ് ചെയ്തു. ഇവിടെ നോക്കിയാൽ ഇവിടെ നമ്മൾ ആദ്യത്തേൽ നമുക്ക് കറക്റ്റായിട്ട് എന്ത് കിട്ടിയിട്ടുണ്ട്? ഡിസ്കൗണ്ട് കിട്ടിയിട്ടുണ്ട് അല്ലേ. D5 ഇൻറ്റു I3 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 20 ഇൻറ്റു 10% 2 എന്ന് കിട്ടി. ഈ രണ്ടാമത്തേലും മൂന്നാമത്തേലും നാലാമത്തേലൊക്കെ എങ്ങനെയാണ് 0 എന്നാണ് കിടക്കുന്ന ഡിസ്കൗണ്ട്? അതൊരിക്കലും കറക്റ്റ് അല്ലല്ലോ. എന്താണ് ഇവിടെ നിന്ന് നമുക്ക് കറക്റ്റായിട്ടുള്ള ഡിസ്കൗണ്ട് കിട്ടാതിരിക്കാനുള്ള കാരണം നമുക്ക് നോക്കാം. ഇനി നോക്കി, ഇവിടെ ഐറ്റം ബിയുടെ ഡിസ്കൗണ്ട് നമുക്ക് 0 ആണ് കിട്ടിയത്. ആ 0യിൽ നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്ത് നോക്കാം. അവിടെ എങ്ങനെ ഇക്വേഷൻ വന്നിരിക്കുന്നത് നോക്കിയേ, ഫോമിൽ എങ്ങനെ വന്നിരിക്കുന്നത് നോക്കിയേ. D6 ഇൻറ്റു I4 വന്നിരിക്കുന്നത് അല്ലേ. D6 കറക്റ്റാണ്, കാരണം ഐറ്റം ബിയുടെ പ്രൈസ് എന്ന് പറയുന്നത് D6 എന്ന് പറയുന്ന കോളത്തിലാണ്. അപ്പോൾ D6 തന്നെയാണ് വരേണ്ടത്. പക്ഷേ I3 എന്ന് പറയുന്ന സെല്ലിലാണ് 10% കിടക്കുന്നത്. പക്ഷേ ഇവിടേക്ക് എന്ന് വന്നപ്പോൾ എന്തായി? I4 ആയി. I4 എന്ന് പറയുന്ന സെല്ലിൽ ഒന്നുമില്ല, ഡാറ്റ ഒന്നുമില്ല, ബ്ലാങ്ക് ആണ്. അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് റിസൾട്ട് ഡിസ്കൗണ്ടിൻ്റെ അവിടെ 0 എന്ന് കിട്ടിയത്. ഇനി C എന്ന് പറയുന്ന ഐറ്റത്തിൻ്റെ പ്രൈസ് നമുക്കറിയാം 50 ആണ്. 50 എന്ന് പറയുന്ന സെല്ല് കിടക്കുന്നത് 50 എന്ന് പറയുന്ന ഡാറ്റ കിടക്കുന്നത് D7 എന്ന് പറയുന്ന സെല്ലിലാണ്. പക്ഷേ D7 അത് കറക്റ്റാണ്. D7 ഇൻറ്റു I3 എന്നാണ് വരേണ്ടത്, കാരണം I3 എന്ന് പറയുന്ന സെല്ലിലാണ് 10% ഡിസ്കൗണ്ട് കിടക്കുന്നത്. പക്ഷേ I3 എന്ന് പറയുന്ന സെല്ലിൻ്റെ പകരം ഇവിടെ എന്താ വന്നത്? I5 ആണ് വന്നത്. നോക്കി, I5 എന്ന് പറയുന്ന സെല്ല് ഈ ഒരു സെല്ലാണ്.
കഴ്സർ കാണിക്കുന്ന ഈ ഒരു സെല്ലാണ് I5 എന്ന് പറയുന്ന സെല്ല്. ഈ സെല്ലിൽ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ബ്ലാങ്ക് ആണ്. അതുകൊണ്ടാണ് നമുക്കിവിടെ ഡിസ്കൗണ്ട് 0 എന്ന് കിട്ടിയത്. ഇനി ഡി എന്ന് പറയുന്ന പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് 60 ആണ്. അതിൻ്റെ ഡിസ്കൗണ്ട് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം നമുക്ക്. ഈസ് ഈക്വൽ ടു D8 × I6 ആണ് വന്നത്. പ്രൈസ് കറക്റ്റാണ്, D8 കറക്റ്റാണ്. കാരണം ഡി എന്ന് പറയുന്ന പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് കിടക്കുന്നത് D8 എന്ന് പറയുന്ന സെല്ലിലാണ്. പക്ഷേ ഡിസ്കൗണ്ട് കിടക്കുന്നത് I6 എന്ന് പറയുന്ന സെല്ലിലാണോ? അല്ല, I3 എന്ന് പറയുന്ന സെല്ലിലാണ്. I6 എന്ന് പറയുന്ന സെല്ലാണ് ഞാൻ ഈ കഴ്സർ മൂവ് ചെയ്യുന്ന സെല്ല്. ആ സെല്ലിൽ എന്തെങ്കിലും ഡാറ്റ കിടക്കുന്നുണ്ടോ? ഇല്ല, ബ്ലാങ്ക് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ എന്താ ഇവിടെ സംഭവിച്ചതെന്ന് നോക്കാം. നോക്കി, എ എന്ന് പറയുന്ന പ്രൊഡക്റ്റിൻ്റെ ഐറ്റത്തിൻ്റെ ഡിസ്കൗണ്ട് കണ്ടെത്തുമ്പോൾ പ്രൈസ് D5 ആവണം. ഇനി ബി എന്ന് പറയുന്ന ഐറ്റത്തിൻ്റെ ഡിസ്കൗണ്ട് കണ്ടെത്തുമ്പോൾ D5 ഉള്ള സെല്ല് എന്താവണം? D6 ആവണം. അതുപോലെ സി എന്ന് പറയുന്ന ഐറ്റത്തിൻ്റെ ഡിസ്കൗണ്ട് കണ്ടെത്തുമ്പോൾ പ്രൈസ് D6 നിന്നും D7 ആയിട്ട് മാറണം. അതുപോലെ ഡി എന്ന് പറയുന്ന ഐറ്റത്തിൻ്റെ പ്രൈസ് കണ്ടെത്തുമ്പോൾ സെൽ റെഫറൻസ് D7 നിന്നും D8 ആവണം. അപ്പോഴേ ഡി എന്ന് പറയുന്ന ഐറ്റത്തിൻ്റെ ഡിസ്കൗണ്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് തരുള്ളൂ. കാരണം ഡി എന്ന് പറയുന്ന ഐറ്റത്തിൻ്റെ പ്രൈസ് ഇൻക്ലൂഡ് ആയിട്ടുള്ളത് D8 എന്ന് പറയുന്ന സെല്ലിലാണ്. എന്നാൽ ഈ ഒരു I3 എന്ന് പറയുന്ന സെല്ലിലാണ് ഒന്നാമത്തെ ഐറ്റത്തിൻ്റെ നമ്മൾ ഡിസ്കൗണ്ട് കണ്ടെത്തിയല്ലോ, D5 × I3 എന്ന് പറയുന്ന സെല്ലിലാണ് എന്ത് കിടക്കുന്നത്? ഡിസ്കൗണ്ടിൻ്റെ പെർസെൻറ്റേജ് കിടക്കുന്നത് 10%. അത് തൊട്ട് താഴത്തേക്ക് പോകുമ്പോൾ തൊട്ട് താഴത്തെ ഫോർമുലയിൽ എന്താണ്? D6 × I3 പകരം I4 ആവുന്നു. തൊട്ട് താഴത്തെ ഫോർമുലയിൽ I3 ഉള്ളത് എന്താവുന്നു? I5 ആവുന്നു. അതുപോലെ തൊട്ട് താഴത്തെ ഫോർമുലയിൽ I3 ഉള്ളത് I6 ആവുന്നു. നോക്കി, ഇവിടെ I3 ഉള്ളത് തൊട്ട് താഴത്തേക്കും വരുമ്പോഴും എന്തെന്നെ ആവേണ്ടത്? I3 തന്നെ ആവേണ്ടത്. I4 ആവാനോ I5 ആവാനോ സെൽ റെഫറൻസ് എന്ത് ചെയ്യാൻ പാടില്ല? ചേഞ്ച് ചെയ്യാൻ പാടില്ല. സ്റ്റാറ്റിക്കായി നിൽക്കണം. അതെന്ത് ചെയ്യാൻ പാടില്ല? ഈ ഒരു D5ൻ്റെ പോലെ തൊട്ട് താഴത്തേക്ക് പോകുമ്പോൾ D6 ആവാനോ D7 ആവാനോ D8 ആവാനോ പാടില്ല. എന്തെന്നായി നിൽക്കണം? I3 എന്നായിട്ട് സ്റ്റാറ്റിക്കായിട്ട് നിൽക്കണം. തൊട്ട് താഴത്തുള്ള ഫോർമുലയ്ക്ക് പോകുമ്പോൾ I4 I5 I6 ആവാൻ പാടില്ല. സെൽ റെഫറൻസിങ് എന്തെന്നായി നിൽക്കണം? I3 എന്നായി നിൽക്കണം. അപ്പോൾ ഇതിൽ ഒരു സെല്ല് റിലേറ്റീവ് റെഫറൻസ് ആണ്, മറ്റൊരു സെല്ല് അബ്സല്യൂട്ട് സെൽ റെഫറൻസിങ് ആക്കണം. എക്സലിൽ പൊതുവെ എല്ലാ സെല്ലുകളെയും എക്സലിൽ റിലേറ്റീവ് റെഫറൻസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. എന്താ റിലേറ്റീവ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ? ഒരു ഫോർമുലയ്ക്ക് അനുസരിച്ച് റിലേറ്റീവ്ലി മാറിക്കൊണ്ടിരിക്കുന്ന സെൽ റെഫറൻസുകളെയാണ് നമ്മൾ എന്ത് പറയുക? റിലേറ്റീവ് സെൽ റെഫറൻസിങ് എന്ന് പറയാം. ഫോർമുലയ്ക്ക് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന സെൽ റെഫറൻസുകളെയാണ് നമ്മൾ എന്ത് പറയുക? റിലേറ്റീവ് സെൽ റെഫറൻസ് എന്ന് പറയാം. അപ്പോൾ ഐറ്റം എയുടെ ഡിസ്കൗണ്ട് കണ്ടെത്താൻ വേണ്ടിയിട്ട് പ്രൈസിൻ്റെ സെൽ റെഫറൻസ് എത്രയായിരുന്നു? D5 ആയിരുന്നു അല്ലേ? ആ തൊട്ട് താഴത്തേക്ക് ഐറ്റം ബിയിലേക്ക് പോകുമ്പോൾ D5 ഉള്ളത് എന്താവണം? D6 ആവണം. അപ്പോഴേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? അപ്പോഴേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ഐറ്റം ബിയുടെ പ്രൈസിൻ്റെ 10% ഡിസ്കൗണ്ട് കണ്ടെത്തുള്ളൂ. അപ്പോൾ D5 ഉള്ള എന്താവണം? തൊട്ട് താഴത്തേക്ക് പോകുമ്പോൾ D6 ആവണം. D6 ഉള്ളത് തൊട്ട് താഴത്തേക്ക് പോകുമ്പോൾ D7 ആവണം. D7 ഉള്ളത് തൊട്ട് താഴത്തേക്ക് പോകുമ്പോൾ D8 ആവണം. അപ്പോൾ ഈ ഒരു D5 അതുപോലെ തന്നെ D6 D7 അതുപോലെ D8 ഈ സെല്ലുകളൊക്കെ നമുക്ക് എന്ത് പറയാൻ പറ്റും? റിലേറ്റീവ് സെൽ റെഫറൻസ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ റിലേറ്റീവ് സെൽ റെഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിലേറ്റീവ്ലി ഫോർമുലയ്ക്ക് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന സെൽ റെഫറൻസിനെയാണ് നമ്മളെന്ത് പറയുക? റിലേറ്റീവ് സെൽ റെഫറൻസ് എന്ന് പറയാം. പൊതുവെ എക്സൽ എല്ലാ സെൽ റെഫറൻസുകളെയും എന്തായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്? റിലേറ്റീവ് സെൽ റെഫറൻസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഇനി ഡിസ്കൗണ്ട് നോക്കിയേ. ഡിസ്കൗണ്ടിൻ്റെ സെൽ റെഫറൻസിങ് മാറാൻ പാടുണ്ടോ? I3 എന്ന് പറയുന്ന സെൽ അഡ്രസ്സിലല്ലേ, സെല്ലിലല്ലേ 10% എന്ന് പറഞ്ഞ ഡാറ്റ കിടക്കുന്നത്. അപ്പോൾ തൊട്ട് താഴത്തെ ഫോമിലേക്ക് പോകുമ്പോഴും I3 ഉള്ളത് I4 ആവാനോ I4 ഉള്ളത് I5 ആവാനോ I5 ഉള്ളത് I6 ആവാനോ പാടില്ല. ഈ I3 എന്ന് പറയുന്ന സെൽ എന്താവണം? കോൺസ്റ്റൻ്റ് ആയി നിൽക്കണം തൊട്ട് താഴത്തേക്കുള്ള ഫോർമുലയ്ക്ക് പോകുമ്പോഴും. അപ്പോൾ എന്ത് ചെയ്യണം? ഈ I3 എന്ന് പറയുന്ന സെല്ലിനെ നമ്മൾ ആബ്സല്യൂട്ട് സെൽ റെഫറൻസിങ് ആക്കണം. എന്താ ആബ്സല്യൂട്ട് സെൽ റെഫറൻസ് ആക്കുക എന്ന് പറഞ്ഞാൽ ആ സെൽ അഡ്രസ്സിനെ സെൽ റെഫറൻസിനെ കോൺസ്റ്റൻ്റ് ആക്കി നിർത്തുക. അതിനെയാണ് നമ്മൾ ആബ്സല്യൂട്ട് സെൽ റെഫറൻസിങ് എന്ന് പറയാം. ഒരു സെൽ അഡ്രസ്സിനെ അഥവാ സെൽ റെഫറൻസിനെ അബ്സല്യൂട്ട് സെൽ റെഫറൻസ് ആക്കാൻ വേണ്ടിയിട്ട് ആ സെൽ റെഫറൻസിൻ്റെ ഏത് സെൽ റെഫറൻസ് ആണോ അബ്സല്യൂട്ട് സെൽ റെഫറൻസ് ആക്കേണ്ടത്, കോൺസ്റ്റൻ്റ് ആക്കി നിർത്തേണ്ടത്, ആ സെൽ അഡ്രസ്സിൻ്റെ സെൻറ്ററിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഡോളറിൻ്റെ സിമ്പിൾ
ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക. ഡോളറിൻ്റെ സിമ്പിൾ ഇട്ട് കൊടുക്കുക. ഞാൻ ഐൻ്റെയും 3ൻ്റെ ഇടയിൽ എന്ത് കൊടുത്തു? ഡോളറിൻ്റെ സിമ്പിൾ കൊടുത്തു. അങ്ങനെ ഡോളറിൻ്റെ സിമ്പിൾ കൊടുത്തു കഴിഞ്ഞാൽ ആ സെൽ എന്തായി മാറും? ആബ്സല്യൂട്ട് സെൽ റെഫറൻസ് ആയി മാറും. ഇനി എൻ്റർ കീ അടിച്ച് നോക്കുക. ഇനി ഞാൻ ഓട്ടോ ഫില്ല് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നോക്കിക്കോളൂ, എനിക്ക് കറക്റ്റായിട്ട് എന്ത് ചെയ്യും? എക്സൽ ഉത്തരം കണ്ടെത്തി തരും. ഇവിടെ നോക്കിയ നമ്മൾ നേരത്തെ ചെയ്തപ്പോൾ ബി എന്ന് പറയുന്ന ഐറ്റത്തിൻ്റെ ഡിസ്കൗണ്ട് കണ്ടെത്താനായിട്ട് ഇവിടെ ഉണ്ടായിരുന്ന ഫോർമുല എന്തായിരുന്നു? D6 × I4 ആയിരുന്നു. ഇപ്പോൾ എന്ത് നോക്കിയേ? I3 തന്നെയാണ് കിടക്കുന്നത്. ഈ ഒരു I3 എന്ന് പറയുന്ന സെൽ റെഫറൻസ് എന്ത് ചെയ്തില്ല? റിലേറ്റീവ് സെൽ റെഫറൻസ് ആയില്ല. തൊട്ട് താഴത്തേട്ട് എന്ത് ചെയ്തില്ല? ജമ്പ് ചെയ്തില്ല. ഇനി തൊട്ട് താഴത്ത് നോക്കിയേ, ഐറ്റം സിയുടെ ഡിസ്കൗണ്ട് എങ്ങനെ കണ്ടെത്തിയത്? D7 × I3 തന്നെയാണ്, ജമ്പ് ചെയ്തിട്ടില്ല. I4 I5 ആവാൻ നിന്നിട്ടില്ല, I3 തന്നെയാണ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിന്നാണ് ചെയ്തത്. ദെൻ അതിന് തൊട്ട് താഴത്തുള്ള DA എന്ന് പറയുന്ന ഐറ്റത്തിൻ്റെ ഡിസ്കൗണ്ട് നോക്കിയേ, പ്രൈസ് എത്രയാണ്? 60. അത് D8 എന്ന് പറഞ്ഞ സെല്ലിലാണുള്ളത്. D8 × I3 എന്ന് പറയുന്ന സെല്ലിലാണ് ഡിസ്കൗണ്ട് ഉള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? I3 എന്ന് പറയുന്ന സെല്ലിനെ ആബ്സല്യൂട്ട് സെൽ റെഫറൻസ് ആക്കി. എന്തുകൊണ്ടാണ് നമ്മൾ I3 എന്ന് പറയുന്ന സെൽ റെഫറൻസിനെ അബ്സല്യൂട്ട് സെൽ റെഫറൻസ് ആക്കിയത്? കാരണം I3 എന്ന് പറയുന്ന സെല്ലിൽ മാത്രമേ ഡിസ്കൗണ്ടിൻ്റെ പെർസെൻറ്റേജ് കൊടുത്തിട്ടുള്ളായിരുന്നു 10%. ആ എന്ത് ചെയ്യാൻ പാടില്ല? തൊട്ട് താഴത്തേക്ക് പോകുമ്പോൾ I4 I5 I6 ആവാൻ പാടില്ല. റിലേറ്റീവ്ലി ഫോർമുലയ്ക്ക് അനുസരിച്ച് മാറാൻ പാടില്ല. റിലേറ്റീവ് റെഫറൻസ് ആകാൻ പാടില്ല. അതിനെ കോൺസ്റ്റൻ്റ് ആക്കി നിർത്തണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? I3 എന്ന് പറയുന്ന സെല്ലിൻ്റെ സെൻറ്ററിൽ പോയിട്ട് നമ്മളൊരു ഡോളറിൻ്റെ സിമ്പിൾ പുട്ട് ചെയ്തു. അപ്പോൾ എന്തായി? I3 എന്ന് പറയുന്ന സെല്ല് നമുക്ക് എന്തായി? അബ്സല്യൂട്ട് സെൽ റെഫറൻസ് ആയി മാറി. പിന്നെ ഇതിൽ നമുക്ക് ഓട്ടോ ഫില്ല് ചെയ്തപ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള ഉത്തരം എക്സൽ ഫൈൻഡ് ഔട്ട് ചെയ്യുകയും ചെയ്തു. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് എന്താണ് അബ്സല്യൂട്ട് സെൽ റെഫറൻസ്, എന്താണ് റിലേറ്റീവ് സെൽ റെഫറൻസ് എന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒരു ഫോർമുലയ്ക്ക് അനുസരിച്ച് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സെൽ റെഫറൻസ് ആണെങ്കിൽ അത്തരം സെൽ റെഫറൻസിനെ റിലേറ്റീവ് സെൽ റെഫറൻസിൽ നിന്നും കോൺസ്റ്റൻ്റ് ആക്കി നിർത്തേണ്ട സെൽ റെഫറൻസിനെ നമുക്ക് എന്ത് പറയാം? ആബ്സല്യൂട്ട് സെൽ റെഫറൻസ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ ഈ ഒരു വർക്കിൽ ഏതായിരുന്നു റിലേറ്റീവ് സെൽ റെഫറൻസ്? D5 ആയിരുന്നു അല്ലേ? റിലേറ്റീവ് സെൽ റെഫറൻസ് D5 ആയിരുന്നു. അതുപോലെ അബ്സല്യൂട്ട് സെൽ റെഫറൻസ് ഏതായിരുന്നു? I3 ആയിരുന്നു. D5 ഉള്ളത് ബീൻ്റെ ഡിസ്കൗണ്ട് കണ്ടെത്തുമ്പോൾ എന്താവണം? D6 ആവണം. പിന്നെ അത് D7 ആവണം. ഓക്കെ, പിന്നെ അതെന്താവണം? D8 ആവണം. എന്നാൽ I3 എന്ന് പറയുന്ന സെല്ല് തൊട്ട് താഴത്തേക്ക് പോകുമ്പോൾ I4 ആവാനോ I5 ആവാനോ I6 ആവാനോ പാടില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? ഈ I3 എന്ന് പറയുന്ന ഈ 10% ഡാറ്റ കിടക്കുന്ന I3 എന്ന് പറയുന്ന സെല്ലിനെ നമ്മൾ എന്ത് ചെയ്തു? ആബ്സല്യൂട്ട് സെൽ റെഫറൻസ് ആക്കി, കോൺസ്റ്റൻ്റ് ആക്കി നിർത്തി, ഫിക്സഡ് ആക്കി നിർത്തി. അതിനെന്താ നമ്മൾ ചെയ്തത്? I-ൻ്റെയും 3ൻ്റെയും സെൻറ്ററിൽ ഒരു ഡോളറിൻ്റെ സിമ്പിൾ ഇട്ട് കൊടുത്തു. പിന്നീട് നമ്മൾ എന്ത് ചെയ്തു? ഈ ഒരു ഫോർമുല നമ്മൾ എന്ത് ചെയ്തു? താഴത്തോട്ട് ഡ്രാഗ് ചെയ്തിട്ട് നമ്മളങ്ങനെ ഓട്ടോമാറ്റിക്കലി എന്ത് കണ്ടെത്തി? ഈ ഒരു ആൻസർ കണ്ടെത്തി. ഡിസ്കൗണ്ട് കോളത്തിലെ ആൻസർ നമ്മൾ കണ്ടെത്തി. ഇപ്പോൾ നിങ്ങൾക്ക് എന്താണ് അബ്സല്യൂട്ട് റെഫറൻസിങ്, എന്താണ് റിലേറ്റീവ് സെൽ റെഫറൻസിങ് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എക്സലിൽ പൊതുവെ എല്ലാ റെഫറൻസുകളെയും എന്തായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്? റിലേറ്റീവ് സെൽ റെഫറൻസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. റിലേറ്റീവ് സെൽ റെഫറൻസ് ഉള്ള ഒരു സെല്ലിനെ അബ്സല്യൂട്ട് സെൽ റെഫറൻസ് ആക്കാൻ വേണ്ടിയിട്ട് ആ സെൽ അഡ്രസ്സിൻ്റെ സെൻറ്ററിൽ പോയിട്ട് നമ്മൾ എന്ത് കൊടുത്താൽ മതി? ഡോളറിൻ്റെ സിമ്പിൾ കൊടുത്താൽ മതി. ഇനി നമുക്ക് ഈ അബ്സല്യൂട്ട് സെൽ റെഫറൻസിങ് റിലേറ്റീവ് സെൽ റെഫറൻസിങ്ങുമായി ബന്ധപ്പെട്ട കുറച്ച് വർക്ക് ഓൺ ചെയ്ത് നോക്കാം. ഇവിടെ നോക്കിയേ, ഇതിൽ ഒന്നാമത്തെ വർക്കിൽ നമുക്ക് ഒരു ബേബി മറൈൻ എക്സ്പോർട്സ് എന്ന് പറയുന്ന കാലിക്കറ്റുള്ളൊരു സ്ഥാപനത്തിൻ്റെ എംപ്ലോയീസിൻ്റെ പേറോളുമായി ബന്ധപ്പെട്ട് വരുന്ന സാലറി സ്റ്റേറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് ഡാറ്റ കൊടുത്തിട്ടുണ്ട്. എംപ്ലോയീസിൻ്റെ കോഡ് കൊടുത്തിട്ടുണ്ട്, അവരുടെ നെയിം കൊടുത്തിട്ടുണ്ട്, അവർക്ക് കിട്ടുന്ന ബേസിക് പേ കൊടുത്തിട്ടുണ്ട്. നമ്മൾ എന്ത് കണ്ടെത്തണം? HR കണ്ടെത്തണം, DA കണ്ടെത്തണം, TA കണ്ടെത്തണം, പിന്നെ ടോട്ടൽ അവർക്ക് കിട്ടുന്ന സാലറി കണ്ടെത്തണം. HR 5% ആണ്, ബേസിക് സാലറിൻ്റെ 5% ആണ്. DA ബേസിക് സാലറിൻ്റെ 7% ആണ്. TA ബേസിക് സാലറിൻ്റെ 3% ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു അബ്സല്യൂട്ട് സെൽ റെഫറൻസിങ്ങും റിലേറ്റീവ് സെൽ റെഫറൻസും ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? HR, DA, TA അതുപോലെ ടോട്ടലൊക്കെ കണ്ടെത്തണം. ഇപ്പോൾ ഗീതാചന്ദ്രൻ എന്ന് പറയുന്ന എംപ്ലോയിയുടെ ബേസിക് പേ 4500 ആണ്, 4500 ആണ്. അദ്ദേഹത്തിൻ്റെ HR എങ്ങനെ കണ്ടെത്തുക? സീക്വൽ ടു അദ്ദേഹത്തിൻ്റെ ബേസിക് പേ കിടക്കുന്നത് D5 എന്ന് പറയുന്ന സെല്ലിലാണ്, ഇൻറ്റു
എച്ച് ആർ എന്ന് പറയുന്ന ഡാറ്റ, എച്ച് ആർ എന്ന് പറയുന്ന ആ ഒരു ഫിഗർ, എച്ച് ആർ എന്ന് പറയുന്ന ഡാറ്റയുടെ ഫിഗർ ഏത് സെല്ലിലാണ് കിടക്കുന്നത്? K6 എന്ന് പറയുന്ന സെല്ലിലാണ് കിടക്കുന്നത് അല്ലേ. 5% ആണ് ബേസിക് പേയുടെ 5% ആണ് എന്ത്? എച്ച് ആർ. അപ്പോൾ 5% കിടക്കുന്നത് K6 എന്ന് പറയുന്ന സെല്ലിലാണ്. ഇനി എൻ്റർ കീ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഗീതാചന്ദ്രൻ എന്ന് പറയുന്ന എംപ്ലോയിയുടെ എച്ച് ആർ കിട്ടും 225. ഇനി തൊട്ട് താഴത്തോട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഡ്രാഗ് ചെയ്യുക. ഡ്രാഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് ആൻസർ കിട്ടുമോ? ഇല്ല. മോഹൻ റൂബ് എന്ന് പറയുന്ന എംപ്ലോയിയുടെ എച്ച് ആർ 385 അല്ല, അത് റോങ് ആണ്. കാരണം നമുക്കറിയാം ഗീതാചന്ദ്രൻ എന്ന് പറയുന്ന എംപ്ലോയിയുടെ എച്ച് ആർ കണ്ടെത്താൻ D5 × K6 എന്ന് പറയുന്ന ഫോമുലയാണ് അപ്ലൈ ചെയ്തത്. അങ്ങനെയാണെങ്കിൽ മോഹൻ റൂബിൻ്റെ എച്ച് ആർ കണ്ടെത്താനുള്ള ഫോമുല എന്തായിരിക്കും? D6 × K6 എന്ന് നമുക്കിവിടെ നോക്കാം. മോഹൻ റൂബിൻ്റെ എച്ച് ആർ എങ്ങനെ കണ്ടെത്തി നോക്കാം. D6 കറക്റ്റാണ്, കാരണം അദ്ദേഹത്തിൻ്റെ ബേസിക് പേ കിടക്കുന്നത് D6 എന്ന് പറയുന്ന സെല്ലിലാണ്. പക്ഷേ K7 എന്ന് പറയുന്ന സെല്ലിലാണോ എച്ച് ആറിൻ്റെ പെർസെൻറ്റേജ് കിടക്കുന്നത്? അല്ല, അത് DAൻ്റെ പെർസെൻറ്റേജ് ആണ് K7 എന്ന് പറയുന്ന സെല്ലിൽ കിടക്കുന്നത്. K6 എന്ന് പറയുന്ന സെല്ലിലാണ് എന്ത് കിടക്കുന്നത്? എച്ച് ആറുടെ പെർസെൻറ്റേജ് കിടക്കുന്നത്. അപ്പോൾ നമ്മളിതിൽ ഏത് സെൽ റെഫറൻസിനെയാണ് നമ്മൾ അബ്സല്യൂട്ട് സെൽ റെഫറൻസ് ആക്കേണ്ടത്? K6 എന്ന് പറയുന്ന സെല്ലിനെ ഗീതാചന്ദ്രൻ എന്ന് പറയുന്ന ആളുടെ എച്ച് ആർ കണ്ടെത്തുന്ന സമയത്ത് ഈ K6 എന്ന് പറയുന്ന ഈ ഒരു സെൽ റെഫറൻസിനെ നമ്മൾ എന്താക്കി മാറ്റണം? അബ്സല്യൂട്ട് സെൽ റെഫറൻസ് ആക്കി മാറ്റണം. ഒരു സെല്ലിനെ അബ്സല്യൂട്ട് സെൽ റെഫറൻസ് എങ്ങനെ ആക്കി മാറ്റുക? ഏത് സെൽ അഡ്രസ്സ് ആണോ നമുക്ക് അബ്സല്യൂട്ട് സെൽ റെഫറൻസ് ആക്കേണ്ടത്, ആ സെൽ അഡ്രസ്സിൻ്റെ സെൻറ്ററിൽ പോയിട്ട് നമ്മൾ ഡോളറിൻ്റെ സിമ്പിൾ കൊടുക്കുക. ദെൻ എൻ്റർ കീ അടിക്കുക. ഇനി എന്ത് ചെയ്താൽ മതി? തൊട്ട് താഴത്തോട്ട് ജസ്റ്റ് ഡ്രാഗ് ചെയ്താൽ മതി. ബാക്കിയുള്ളവരുടെയൊക്കെ എച്ച് ആർ എന്ത് ചെയ്യും? എക്സലും ഓട്ടോമാറ്റിക്കലി നമുക്ക് ഓട്ടോ ഫില്ല് ചെയ്തിട്ട് കണ്ടെത്തി തരും. മോഹൻ റൂബിൻ്റെ നേരത്തെ നമ്മൾ നോക്കിയപ്പോൾ മോഹൻ റൂബിൻ്റെ എച്ച് ആർ കണ്ടെത്താനുള്ള ഫോമുല എന്തായിരുന്നു? D6 × K7 എന്നായിരുന്നു. എന്നാൽ ഇവിടെ എത്തിയ സമയത്ത് എന്തായി? D6 × K7 പകരം K6 കോൺസ്റ്റൻ്റ് ആയി നിന്നു. K6 ചേഞ്ച് ചെയ്തില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്തു? മോഹൻ റൂബ് എന്ന് പറയുന്ന എംപ്ലോയിയുടെ കറക്റ്റായിട്ടുള്ള എന്ത് കിട്ടി? എച്ച് ആർ കിട്ടി. ഓക്കെ, ഇതേപോലെ നമ്മൾ എന്ത് കണ്ടെത്തണം? DA കണ്ടെത്തണം. DA എങ്ങനെ കണ്ടെത്തുക? DA = ബേസിക് പേ D5 × DA എന്ന് പറയുന്ന ഡാറ്റ ഏത് സെൽ അഡ്രസ്സിലാണ് കിടക്കുന്നത്? K7 എന്ന് പറയുന്ന സെൽ അഡ്രസ്സിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇതിൽ തൊട്ട് താഴത്തേക്ക് പോകുമ്പോൾ മോഹൻ റൂബ് എന്ന് പറയുന്ന എംപ്ലോയിയുടെ DA കണ്ടെത്തുമ്പോൾ D5 എന്ന് പറയുന്ന സെൽ റെഫറൻസ് എന്താവണം? D6 ആവണം, D7 ആവണം, D8 ആവണം, D9 ആവണം. അപ്പോൾ D5 എന്ന് പറയുന്ന സെൽ റെഫറൻസ് എന്താണ്? റിലേറ്റീവ് സെൽ റെഫറൻസ് ആണ്. അത് കാരണം അത് ഫോർമുലയ്ക്ക് അനുസരിച്ച് റിലേറ്റീവ്ലി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം. എന്നാലാണ് നമുക്ക് എന്ത് ചെയ്യുള്ളൂ? അപ്രോപ്രിയേറ്റ് എംപ്ലോയീസിൻ്റെ അതാത് എംപ്ലോയീസിൻ്റെ എന്ത് കിട്ടുള്ളൂ? DA കിട്ടുള്ളൂ. പക്ഷേ K7 എന്ന സെൽ റെഫറൻസ് K8 ആവാനും പാടില്ല, K9 ആവാൻ പാടില്ല. കാരണം K7 എന്ന് പറയുന്ന സെല്ലിലാണ് 7% എന്ന് പറയുന്ന ഡാറ്റ കിടക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? K7 എന്ന് പറയുന്ന സെൽ റെഫറൻസിനെ അബ്സല്യൂട്ട് സെൽ റെഫറൻസ് ആക്കണം. അതിന് ശേഷം എന്ത് ചെയ്യുക? എൻ്റർ കീ അടിച്ചിട്ട് ഈ ഒരു ഡാറ്റ ഓട്ടോ ഫില്ല് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ബാക്കിയുള്ള എംപ്ലോയിയുടെയൊക്കെ DA കിട്ടും. ഇനി ഇതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക? TA കണ്ടെത്തുക. TA കണ്ടെത്താൻ എന്താണ്? ബേസിക് പേൻ്റെ എത്ര പെർസെൻറ്റേജാണ് TA? 3% ആണെന്ന് കൊടുത്തിട്ടുണ്ട് K8 എന്ന് പറയുന്ന സെല്ലിൽ. അപ്പോൾ ഗീത എന്ന് പറയുന്ന എംപ്ലോയിയുടെ TA കണ്ടെത്താനുള്ള ഫോമുല D5 × K8 ആണ്. അങ്ങനെയാണെങ്കിൽ മോഹൻ എന്ന് പറയുന്ന എംപ്ലോയിയുടെ TA കണ്ടെത്താനുള്ള ഫോമുല എന്തായിരിക്കും? D6 × K8. D5 ഉള്ളത് മോഹൻ റൂബിലേക്ക് എത്തുമ്പോൾ എന്താവണം? D6 ആവണം. എന്നാൽ K8 ഉള്ളത് മോഹൻ റൂബിലേക്ക് എത്തുമ്പോൾ K9 ആവാൻ പാടില്ല. കാരണം K8 എന്ന് പറയുന്ന സെൽ അഡ്രസ്സിലാണ് 3% എന്ന് പറഞ്ഞ ഡാറ്റ കിടക്കുന്നത്. അപ്പോൾ K8 എന്ന് പറയുന്ന സെൽ റെഫറൻസിനെ നമ്മൾ എന്ത് ചെയ്യണം? അബ്സല്യൂട്ട് സെൽ റെഫറൻസ് ആക്കണം. അബ്സല്യൂട്ട് സെൽ റെഫറൻസ് ആക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുക? നമ്മൾ ഡോളറിൻ്റെ സിമ്പിൾ കൊടുക്കുക. ഏത് സെൽ റെഫറൻസിനെയാണോ അബ്സല്യൂട്ട് സെൽ റെഫറൻസ് ആക്കേണ്ടത് ഡോളറിൻ്റെ സിമ്പിൾ കൊടുക്കുക. അതിനുശേഷം എൻ്റർ കീ അടിച്ചിട്ട് എന്ത് ചെയ്യുക? ഓട്ടോ ഫില്ല് ചെയ്യുക. അപ്പോൾ നമ്മൾ എന്ത് കണ്ടെത്തി? TA കണ്ടെത്തി. ഇനി നമ്മൾ എന്ത് കണ്ടെത്തണം? ടോട്ടൽ കണ്ടെത്തണം. അതായത് ഓരോ എംപ്ലോയിക്കും കിട്ടുന്ന ടോട്ടൽ സാലറി കണ്ടെത്തണം. അപ്പോൾ ടോട്ടൽ സാലറി കണ്ടെത്താൻ വേണ്ടിയിട്ട് ഗീത എന്ന് പറയുന്ന എംപ്ലോയിയുടെ ടോട്ടൽ സാലറി കണ്ടെത്താൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് കിട്ടുന്ന ബേസിക് സാലറി പ്ലസ് HRA പ്ലസ് DA പ്ലസ് TA ഇതൊക്കെ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. ഇപ്പോൾ ഈ D5, E5, F5, G5 ഇതിലേതെങ്കിലും സെൽ റെഫറൻസിനെ നമ്മൾ അബ്സല്യൂട്ട് സെൽ റെഫറൻസ് ആക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം മോഹൻ എന്ന് പറയുന്ന എംപ്ലോയിയുടെ
സെല്ലിലേക്ക് പോകുന്ന സമയത്ത് ടോട്ടൽ കണ്ടെത്തുന്ന സെല്ലിലേക്ക് പോകുന്ന സമയത്ത് D5 ഉള്ളത് എന്താവണം, D6 ആവണം, E5 ഉള്ളത് E6 ആവണം, F5 ഉള്ളത് F6 ആവണം, G5 ഉള്ളത് G6 ആവണം. അപ്പോഴേ നമുക്ക് മോഹൻ എന്ന് പറയുന്ന എംപ്ലോയിയുടെ ടോട്ടൽ സാലറി കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതിൽ ഒരൊറ്റ സെൽ റെഫറൻസിനെയും നമ്മൾ എന്താക്കേണ്ട ആവശ്യമില്ല, അബ്സല്യൂട്ട് സെൽ റെഫറൻസ് ആക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ സെൽ റെഫറൻസുകളൊക്കെ റിലേറ്റീവ്ലി ഫോർമുലയ്ക്ക് അനുസരിച്ച് എന്ത് ചെയ്യണം, മാറിക്കൊണ്ടിരിക്കണം. അപ്പോഴേ നമുക്ക് അതാത് എംപ്ലോയീസിൻ്റെ ടോട്ടൽ സാലറി നമുക്ക് കിട്ടുകയുള്ളൂ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ഇനി എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഡ്രാഗ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, എല്ലാ എംപ്ലോയീസിൻ്റെയും ടോട്ടൽ സാലറി കിട്ടും. ഇനി ഗ്രാൻഡ് ടോട്ടൽ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുകയെന്ന് വെച്ചാൽ, ഇപ്പോൾ ഓരോ എംപ്ലോയിക്കും കിട്ടുന്ന സാലറി ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഗ്രാൻഡ് ടോട്ടൽ കിട്ടും. H5 പ്ലസ് H6 പ്ലസ് അങ്ങനെ എന്ത് ചെയ്യുക, ഓരോ എംപ്ലോയിക്കും കിട്ടുന്ന സാലറി നമുക്ക് എന്ത് ചെയ്യുക, ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഗ്രാൻഡ് ടോട്ടൽ കിട്ടും. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യുക, ഓരോ എംപ്ലോയീസിൻ്റെയും ടോട്ടൽ സാലറി ആഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടി, ഗ്രാൻഡ് ടോട്ടൽ 68,655 എന്ന് കിട്ടി, 68,655 എന്ന് കിട്ടി. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എങ്ങനെ ചെയ്തതെന്ന്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, വർക്ക് 2ലേക്ക് പോകാം. വർക്ക് 2ൽ ദ ഇൻസെൻറ്റീവ് ഡിസൈഡഡ് ബൈ ദ കമ്പനി ഈസ് ഗിവൺ ഇൻ H3 സെൽ. ഒരു കമ്പനി ആ കമ്പനിയിലെ എംപ്ലോയീസിന് കൊടുക്കുന്ന ഇൻസെൻറ്റീവ് എത്രയാണ് H3 എന്ന് പറയുന്ന സെല്ലിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് H3 എന്ന് പറയുന്ന സെല്ല്. ഈ സെല്ലിൽ എത്ര, 10% ഓഫ് സെയിൽസ് വാല്യൂ. ഓരോ എംപ്ലോയീസും നടത്തിയ സെയിൽസിൻ്റെ 10% ആണെന്ത്, സെയിൽസ് വാല്യൂ. യൂസ് അബ്സല്യൂട്ട് സെൽ റെഫറൻസിങ് ടു കാൽക്കുലേറ്റ് ഇൻസെൻറ്റീവ് ഫോർ ഈച്ച് സെയിൽസ്മാൻ. ഓരോ സെയിൽസ്മാൻ്റെയും ഇൻസെൻറ്റീവ് കണ്ടെത്താൻ വേണ്ടിയിട്ട് അബ്സല്യൂട്ട് സെൽ റെഫറൻസിങ് ഉപയോഗിച്ചിട്ട് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇൻസെൻറ്റീവ് കണ്ടെത്താനുള്ള ഇക്വേഷന് സെയിൽസ് വാല്യൂ ഇൻറ്റു ഇൻസെൻറ്റീവ് പെർസെൻറ്റേജ്, സെയിൽസ് വാല്യൂ ഇൻറ്റു 10% ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഇൻസെൻറ്റീവ് കിട്ടും. ഫോർ എക്സാമ്പിൾ ഇവിടെ 3 കോളം കൊടുത്തിട്ടുണ്ട്. അതിൽ ആദ്യത്തെ കോളത്തിൽ സെയിൽസ്മാൻ ഓരോ എംപ്ലോയീസിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. പിന്നെ സെയിൽസ് വാല്യൂ അവർ നടത്തിയിട്ടുള്ള സെയിൽസിൻ്റെ ടോട്ടൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇൻസെൻറ്റീവ് ആണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഇൻസെൻറ്റീവ് കണ്ടെത്താനായിട്ട് നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് സെയിൽസ് വാല്യൂ ഇൻറ്റു ഇൻസെൻറ്റീവ് പെർസെൻറ്റേജ്. ഓരോ എംപ്ലോയീസ് നടത്തിയ സെയിൽസ് ഇൻറ്റു എന്ത് ചെയ്താൽ മതി, ഇൻസെൻറ്റീവ് പെർസെൻറ്റേജിനായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഇൻസെൻറ്റീവ് കിട്ടും. ഫോർ എക്സാമ്പിൾ പ്രകാശ് എന്ന് പറയുന്ന ആളുടെ ഇൻസെൻറ്റീവ് എങ്ങനെ കണ്ടെത്തുക, അദ്ദേഹത്തിൻ്റെ സെയിൽസ് വാല്യൂ കിടക്കുന്ന സെല്ലിലേക്ക് പോയിൻ്റ് ചെയ്യാം. അദ്ദേഹത്തിൻ്റെ സെയിൽസ് വാല്യൂ കിടക്കുന്ന B4 എന്ന് പറയുന്ന സെല്ലിലാണ്. B4 ഇൻറ്റു ഇനി 10% എന്ന് പറയുന്ന ഇൻസെൻറ്റീവ് വാല്യൂ ഏത് സെല്ലിലാണ് കിടക്കുന്നത്, H3യിലാണ് അല്ലേ. H3 സെലക്ട് ചെയ്തു. അപ്പോൾ B4 ഇൻറ്റു H3 എന്നാണ് പ്രകാശ് എന്ന് പറയുന്ന ആളുടെ ഇൻസെൻറ്റീവ് കണ്ടെത്താനുള്ള ഫോർമുല. അപ്പോൾ അമാൻ എന്ന് പറയുന്ന എംപ്ലോയിയുടെ ഇൻസെൻറ്റീവ് കണ്ടെത്താനുള്ള ഫോർമുല എന്തായിരിക്കും, B5 ഇൻറ്റു H3 ആയിരിക്കും. അമാൻ എന്ന് പറയുന്ന എംപ്ലോയിയുടെ ഇൻസെൻറ്റീവ് കണ്ടെത്താൻ B4 ഉള്ളത് എന്തുകൊണ്ടാണ് B5 ആയത്, കാരണം അമാൻ എന്ന് പറയുന്ന എംപ്ലോയിയുടെ സെയിൽസ് വാല്യൂ B4 എന്ന് പറയുന്ന സെല്ലിലല്ല ഉള്ളത്, B5 എന്ന് പറയുന്ന സെല്ലിലാണുള്ളത്. അപ്പോൾ തൊട്ട് താഴത്തേക്ക് ഫോർമുലയ്ക്ക് പോകുമ്പോൾ B4 ഉള്ളത് B5 ആവണം, B6 ആവണം, B8 ആവണം, B9 ആവണം, B10 ആവണം. അപ്പോഴേ നമുക്ക് അതാത് എംപ്ലോയീസിൻ്റെ എന്ത് കിട്ടുള്ളൂ, ഇൻസെൻറ്റീവ് കിട്ടുള്ളൂ. എന്നാൽ H3 എന്ന് പറയുന്ന സെല്ല് തൊട്ട് താഴത്തേക്ക് പോകുമ്പോൾ H4 ആവാനോ H5 ആവാനോ H6 ആവാനോ പാടില്ല. കാരണം H3 എന്ന് പറയുന്ന സെല്ലിൽ മാത്രമേ 10% എന്ന് പറയുന്ന ഡാറ്റ കിടക്കുന്നുള്ളൂ. അപ്പോൾ H3 എന്ന് പറയുന്ന സെല്ലിനെ നമ്മൾ എന്താക്കണം, അബ്സല്യൂട്ട് സെൽ റെഫറൻസ് ആക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഡോളറിൻ്റെ സിമ്പൽ കൊടുക്കുക, അതിനുശേഷം എൻട്രി കീ അടിക്കുക. ഇനി എന്ത് ചെയ്യുക, ഓട്ടോ ഫില്ല് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, കറക്റ്റായിട്ട് എന്ത് കിട്ടും, എംപ്ലോയീസിൻ്റെ ഇൻസെൻറ്റീവ് കിട്ടും. അപ്പോൾ അമാൻ എന്ന് പറയുന്ന എംപ്ലോയിയുടെ ഇൻസെൻറ്റീവ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയേ, B5 ഇൻറ്റു H3 തന്നെയാണ്. H4 ആയിട്ടുള്ള H3 എന്ന് പറയുന്ന സെല്ല് കോൺസ്റ്റൻ്റ് ആയി നിന്നു. എന്നാൽ B4 ഉള്ളത് അമാനിലേക്ക് വന്നപ്പോൾ B4 ആയി. കാരണം അത് റിലേറ്റീവ് റെഫറൻസ് തന്നെയാണ് വേണ്ടത്. കാരണം B5 എന്ന് പറയുന്ന സെല്ലിലാണ് അമാൻ്റെ സെയിൽസ് വാല്യൂ ഉള്ളത്. ഓക്കെ, സോ നമ്മൾ റിലേറ്റീവ് റെഫറൻസിങ് ആൻഡ് അബ്സല്യൂട്ട് റെഫറൻസിങ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മളെടുത്തത്. സോ ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ഒരു ടോപ്പിക്കുമായി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു സോ മച്ച്.